കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ BEGC 105 അതായത് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന BA ഇംഗ്ലീഷിൽ വരുന്ന പേപ്പറിന്റെ ഒരു PYQ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. The BEGC 105 American Literature course at IGNO covers a broad spectrum of American literary works spanning drama, novels, short fiction, and poetry. The syllabus is divided into 4 blocks, each focusing on different authors and genres. This report summarizes the findings from the initial exploratory analysis of the previous question papers, June 2022, December 2022, and June 2023 in relation to the syllabus topics. So, ഈ അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ നമുക്ക് മെയിൻലി അമേരിക്കൻ വർക്ക്സ് ആയിട്ടുള്ള നോവൽ, ഷോർട്ട് ഫിക്ഷൻ, പോയിട്രി ആൻഡ് ഡ്രാമ ഇത്രയാണ് പഠിക്കാനുള്ളത്. ആൻഡ് വി ഹാവ് ടോട്ടൽ ഓഫ് 4 ബ്ലോക്സ് ആൻഡ് ഈച്ച് ഫോക്കസിങ് ഓൺ ഡിഫറെന്റ് ഓതേഴ്സ് ആൻഡ് ജോൺറേസ്. ആൻഡ് ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ജൂൺ 2022, ഡിസംബർ 2022 ആൻഡ് ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. The syllabus is characterized into 4 major blocks. സോ 4 മെയിൻ ബ്ലോക്സ് ആണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആർത്തർ മില്ലറിന്റെ ഓൾ മൈ സൺസ് എന്ന് പറയുന്ന ഒരു വർക്കാണ്. ബ്ലോക്ക് 2 നഥാനിയൽ ഹൂത്തോങ്ങിന്റെ ദ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു വർക്കാണ്. ബ്ലോക്ക് 3 എന്ന് പറയുന്ന ഷോർട്ട് ഫിക്ഷൻ എന്ന ജോൺറയാണ് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 4 ഇസ് അമേരിക്കൻ പോയട്രി. ആൻഡ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഒരുപാട് പോയട്രീസും കാണാൻ പറ്റും. Each block comprises multiple units focusing on specific aspects of the literary works, including thematic concerns, character analysis, structure, and literary devices. So, themes, character analysis, structure, and literary analysis, literary devices. So, ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ടോപ്പിക്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, സെക്ഷൻ A, കോണ്ടെക്സ്റ്റൽ റെഫറൻസ് ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുന്ന സമയത്ത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പോയത്തിൽ നിന്നൊരു സ്റ്റാൻസ് തന്നിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജൂൺ 2022 വന്നിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾക്കും മേജർ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സ്റ്റാൻസാസ് ഫ്രം ഡിഫറെന്റ് പോയിംസ് തന്നെയാണ്. ഡിസംബർ 2022 ആ സിമിലർ പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ജൂൺ 2023 എടുത്ത് നോക്കുന്ന സമയത്തും ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. സോ ഈ സ്റ്റാൻസാസ് തന്നിട്ട് അതിലത്തെ ക്വസ്റ്റ്യൻസ് അതൊരു കൺസിസ്റ്റന്റ് ഫോർമാറ്റിൽ എപ്പോഴും വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ദ പോയം റെഫറൻസ്ഡ് ഇൻ ദീസ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് വർക്ക്സ് ബൈ Emerson, Whitman, Dickinson, aligned with the content covered in block 4. So block 4 വരുന്ന അതായത് അമേരിക്കൻ പോയട്രി എന്ന് പറയുന്ന ബ്ലോക്കിൽ വരുന്ന പോയിംസിനെ ബേസ് ചെയ്തിട്ടാണ് സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉള്ളത്. അതായത് കുറച്ച് സ്റ്റാൻസ് തരും, അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നും അതിനെ കുറിച്ചിട്ട് ഒരു ക്രിട്ടിക്കൽ കോമെന്റ് പോലെ കൊടുക്കാനായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. കമ്മിങ് ടു സെക്ഷൻ ബി, അതിൽ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ജൂൺ 2022 എടുത്ത് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഫോക്കസ്ഡ് ഓൺ ദ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക് പോയംസ്, കോൺട്രിബ്യൂഷൻ ടു അമേരിക്കൻ ഡ്രാമ ആൻഡ് സമ്മറീസ് ഓഫ് ദ തിമാറ്റിക് കോണ്ടന്റ്. സോ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ജൂൺ 2022 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 10 മാർക്സ് ആയിരിക്കും ഈച്ച് ക്വസ്റ്റ്യൻസിനും ഉണ്ടാവുക. സോ നിങ്ങൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെയാണ് ഈ ഒരു സെക്ഷനിൽ എഴുതേണ്ടത്. ഡിസംബർ 2022 പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ഇൻഫ്ലുവൻസസ് ഓൺ അമേരിക്കൻ ഡ്രാമ, തീംസ് ഇൻ എമിംഗ്വേ ഷോർട്ട് സ്റ്റോറീസ്,
and evaluation of specific poems and sections from the Scarlet Letter. So നിങ്ങൾ മെയിൻ ആയിട്ടും പോയത്തിന്റെ ഇവാലുവേഷൻ അതുപോലെ തന്നെ തിമാറ്റിക് കൺസേൺസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസംബർ 22 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ സെക്ഷൻ ബിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ജൂൺ 2023 നോക്കുന്ന സമയത്ത് നമുക്ക് സെക്ഷൻ ബിയിൽ മെയിൻ ആയിട്ടും തിമാറ്റിക് കൺസേൺ ഇൻ ഓൾ മൈ സൺ, visual imagery and the Scarlet Letter, themes in the snows of Kilimanjaro, and poetic devices in Whitman's works. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സെക്ഷൻ ബിയിലെ ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. സെക്ഷൻ സി എന്ന് പറയുന്നത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഔട്ട് ഓഫ് 20 ആയിരിക്കും ഈച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാവുക. സോ വളരെ നമ്മളൊരു 500 to 600 വേർഡ്സിന്റെ എസ്സേസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ എഴുതേണ്ടത്. So June 2022 question paper എടുത്തു നോക്കുന്ന സമയത്ത് questions require detailed analysis of Hemingway's strategies in short stories, Dickinson's poetry and characterization in All My Sons. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സെക്ഷൻ സിയിലെ ജൂൺ 2022 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡിസംബർ 2022 എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ട്രാജഡി ഇൻ ഓൾ മൈ സൺസ്, characterization in the Scarlet Letter and the poetic achievement of Whitman. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഡിസംബർ 2022 വന്നിട്ടുള്ളത്. ആൻഡ് ജൂൺ 2023 എടുത്തു നോക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ഓൾ മൈ സൺസ്, ഓർഗാനിക് മെക്കാനിക്കൽ കോൺട്രാസ്റ്റ് ഇൻ ദ സ്കാർലെറ്റ് ലെറ്റർ ആൻഡ് റിയലിസം ഇൻ അമേരിക്കൻ ഡ്രാമ. സോ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ സെക്ഷൻ സിയിൽ വന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഓൾ മൈ സൺസ് എന്ന് പറയുന്ന ഒരു വർക്കിൽ നമുക്ക് മെയിൻലി 20 മാർക്സിന് അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മാർക്കിൽ സെക്ഷൻ വന്നിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഓൾ മൈ സൺസ് എന്ന് പറയുന്ന ഒരു വർക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ദ സ്കാർലെറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഈ ഒരു വർക്കും. കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ്. Arthur Miller's All My Son, frequently examined through themes, characterization and its elements as a tragedy. സോ ഈ ഒരു ആദർ മില്ലറിന്റെ ഓൾ മൈ സൺസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടും അതിന്റെ തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഓൾസോ എലിമെന്റ്സ് ഓഫ് ട്രാജഡി ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നഥാനിയൽ ഹോൻതോങ്ങിന്റെ സ്കാർലെറ്റ് ലെറ്റർ എടുത്ത് നോക്കുന്ന സമയത്തും നമുക്ക് കാണാൻ പറ്റും ക്യാരക്ടറൈസേഷൻ, തിമാറ്റിക് കൺസേൺസ് ആൻഡ് നരേറ്റീവ് ടെക്നീക്സ് ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഷോർട്ട് ഫിക്ഷന്റെ സെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഹെമിംഗ്വേസിന്റെ ഷോർട്ട് സ്റ്റോറീസ് അതിലത്തെ തീംസ് ആണ് നമ്മൾ മെയിൻ തീംസ് ആൻഡ് ടെക്നിക്സ് ആണ് മെയിൻ ആയിട്ടും എപ്പോഴും ചോദിക്കാറുള്ളത്. ആൻഡ് ഫൈനലി നമ്മുടെ അമേരിക്കൻ പോയിട്രി എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എമേഴ്സൺ, വിറ്റ്മാൻ, ഡിക്കിൻസൺ പോയംസ് ഇത്രയും പേരുടെ പോയംസിന്റെ ക്രിട്ടിക്കൽ അനാലിസിസ്, അതുപോലെ അപ്രീസിയേഷൻ, പോയറ്റിക് ഡിവൈസസ്, തിമാറ്റിക് കൺസേൺസ് ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്. Consistency in poetic analysis. Each exam consistently include questions on interpreting stanza from prescribed poems, indicating a strong emphasis on poetry. So section A എന്ന് പറയുന്നത് പറഞ്ഞത് നമുക്ക് ഒരു പോയത്തിന്റെ സ്റ്റാൻസ തന്നിട്ട് അതിന്റെ ഒരു അനാലിസിസ് പോലെ അല്ലെങ്കിൽ ഒരു കോമെന്റ് പോലെയാണ് നമ്മളെ അടുത്ത് ചോദിക്കുന്നത്. സോ ഈ പോയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോയത്തിന്റെ സ്റ്റാൻസാസ് തന്നിട്ട് അതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ളത്. Then പിന്നെ വരുന്നത് thematic and character analysis ആണ്. Frequent questions on thematic concerns and character analysis, particularly for All My Sons and the Scarlet Letter. So ഈ രണ്ട് വർക്ക്സിന് പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് themes and character analysis ഈ രണ്ട് വർക്ക്സിനെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. Hemingway short stories. Regular inclusion of question on themes and narrative techniques in Hemingway's work, reflecting their importance in syllabus. സോ ഹെമിംഗ്വേന്റെ വർക്ക്സിന്റെ മെയിൻ ആയിട്ട് തീംസ് ആൻഡ് നരേറ്റീവ് ടെക്നിക്സിൽ നിങ്ങളൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. Questions often require understanding the socio-cultural context, especially in the Scarlet Letter, indicating an interdisciplinary teaching approach. So, ഈ social cultural context in Scarlet Letter ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാം. The conclusion. The question papers for BEGC 105 American Literature demonstrate a balanced coverage of the syllabus with a strong focus on poetry, thematic concerns, and character analysis across different literary works. The exam consistently challenged students to engage deeply with the text, reflecting the comprehensive nature of the course. This initial exploratory analysis provides a foundation for further detailed study, which could include statistical analysis of question frequency
and topic distribution to identify any gaps or area of the overemphasis. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് ബ്ലോക്ക് അക്രോസ് എക്സാം എന്ന് പറയുന്നത്. സോ നമുക്കിത് എടുത്ത് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഓരോ ഇയറിലും കുറച്ചൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത്. ആൻഡ് ഇതിൽ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് 1, ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ള ബ്ലോക്ക് 2, ആ ഒരു റെഡ് പോലെയുള്ള കളറിൽ കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് 3 ആൻഡ് ആ ഒരു പിങ്ക് കളറിലൊക്കെ കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് 4 ആണ്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് പാറ്റേൺ വരുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഓരോ ഇയറിലും നമ്മളുടെ ബ്ലോക്ക് 4 വെയിറ്റേജ് കുറച്ചും കൂടി അധികം ഉണ്ട് കമ്പയറിംഗ് വിത്ത് അതർ ബ്ലോക്സ്. ആൻഡ് അതുപോലെ തന്നെ ബ്ലോക്ക് 3 എന്നെടുത്ത് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബ്ലോക്ക് 1 ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമുക്ക് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ബ്ലോക്ക് 2 ആണ് നമ്മുടെ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. പെർസെന്റ് ഓഫ് questions from each block across exams. So ഇത് നമ്മളുടെ ക്വസ്റ്റ്യൻസ് എത്ര പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ആണ് ഈച്ച് ബ്ലോക്ക് എന്ന് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഡിസംബർ 2022 നമ്മുടെ ബ്ലോക്ക് 4 കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു കളർ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഇത് കാണുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. വിഷ്വലൈസേഷൻ, number of questions per block across exams. This bar chart shows the number of questions from each block for the June 2022, December 2022 and June 2023 exams. Percentage of questions per block across exam. സോ ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നിന്ന് കിട്ടിയ ഒരു കൺക്ലൂഷൻ പോലെയാണ് ഇവിടുത്തെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. സോ ബ്ലോക്ക് 1 അതായത് ആർതർ മില്ലറിന്റെ All My Sons എന്ന് പറയുന്ന ഒരു വർക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് കൺസിസ്റ്റന്റ്ലി കവേർഡ് വിത്ത് 3 to 4 ക്വസ്റ്റ്യൻസ് ഇൻ ഈച്ച് എക്സാംസ്. സോ നമ്മളുടെ ജൂൺ 2022 33.33% എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ, അതായത് അമേരിക്കൻ ലിറ്ററേച്ചറിലെ ബ്ലോക്ക് 1 നിന്നാണ് നമ്മളുടെ 3.33% ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, അതായത് 3 to 4 ക്വസ്റ്റ്യൻസ് ഇൻ ഈച്ച് എക്സാം. ഡിസംബർ എടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെയിറ്റേജ് ഉണ്ട്, അതായത് 25% ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ബ്ലോക്കിൽ തന്നെയാണ്. ആൻഡ് ജൂൺ 2023 എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും 30.77% ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ഓരോ ഇയർ കഴിയും തോറും ആ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് കൂടി വരികയാണ്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് നതാലിയൻ ഹോത്തോണിന്റെ ദ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു വർക്കാണ്. സോ കമ്പാരിറ്റീവ്ലി ലോവർ ഫ്രീക്വൻസി ആണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് വരുന്നത്, ബ്ലോക്ക് 2 വരുന്നത്. 2 questions per exam എന്നുള്ള പോലെയാണ്. സോ ജൂൺ 2022 എടുത്ത് നോക്കുന്ന സമയത്ത് 16.67 ആണ് ഇതിലെ പെർസെന്റ് വരുന്നത്. ഡിസംബർ എടുത്ത് നോക്കുന്ന സമയത്ത് 16.67 ആൻഡ് ജൂണിൽ 15.38. സോ ആ ഒരു മാർക്കിന്റെ വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി ഈ ഒരു ബ്ലോക്കിൽ കുറഞ്ഞിട്ടാണ് വരുന്നത്. ബ്ലോക്ക് 3 എടുത്ത് നോക്കുന്ന സമയത്ത് വി ക്യാൻ സി മോഡറേറ്റ് ഫ്രീക്വൻസി ആണ് വരുന്നത്. അപ് ടു 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ എക്സാമിനും ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. ജൂൺ 2022 16.67, ഡിസംബറിൽ വരുന്ന സമയത്ത് 16.67 ആൻഡ് ജൂൺ 2023 കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്, അതായത് 23.08% ആണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 4 അമേരിക്കൻ പോയട്രി, ഈ സെക്ഷൻ ആണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് ഈ ഒരു സെക്ഷനാണ്. സോ ഇത് ഹയസ്റ്റ് ഫ്രീക്വൻസി. ആൻഡ് ഡിസംബർ 2022 എക്സാം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും 41.67% ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. സമ്മറി, Block 4, American poetry has the highest and the most consistent coverage, especially prominent in December 2022. Block 2, the Scarlet Letter has the lowest frequency of questions across all exams. And Block 1 All My Sons and Block 3 short fiction ഒരു ബാലൻസ്ഡ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു 2 ബ്ലോക്കിൽ നിന്നും കാണാൻ പറ്റുന്നത്. സോ ബ്ലോക്ക് 4 എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റെപ്രസെന്റേഷനിൽ നിന്നും മനസ്സിലാവുന്നത്. ആൻഡ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 എന്നാണ്. ആൻഡ് ബ്ലോക്ക് 1 and 3 എന്ന് പറയുന്നത് ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ്, ബാലൻസ്ഡ് ആയിട്ടാണ് ആ 2 ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ആൻഡ് ഇത് യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. സോ ഹീറ്റ് മാപ്പ് വിഷ്വലൈസേഷൻ,
ഇത് നമ്മൾ ഈ ഒരു മാപ്പിന്റെയാണ്, അതായത് ഈ ഒരു ഗ്രാഫിന്റെ ബ്ലൂ കളേർഡ് ഗ്രാഫിന്റെ ഇതിൽ നിന്നും വന്നിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് നമ്മളുടെ ഹീറ്റ് മാപ്പ് വിഷ്വലൈസേഷനിൽ വരുന്നത്. സോ ദ ഹീറ്റ് മാപ്പ് provide a visual representation of the distribution of questions per unit for each exam session. Year ആണ് ബ്രാക്കറ്റിൽ ഉള്ളത്. The intensity of the color indicates the number of questions with darker shade representing higher frequencies. Aggregate bar chart. The aggregate bar chart shows the total number of questions for each unit across all exam sessions. This helps to identify which units are consistently targeted most frequently. Summary of the findings. So, our chart in a base ചെയ്തിട്ടുള്ള findings ആണ്. Block 1, Arthur Miller, All My Sons. ഇതിൽ യൂണിറ്റ് 1ൽ നിന്ന് നമുക്ക് ടോട്ടൽ ഓഫ് 3 ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പറ്റുന്നത്. യൂണിറ്റ് 2ൽ നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറുള്ളത്. യൂണിറ്റ് 3ൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ്, യൂണിറ്റ് 4ൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഈ ഫസ്റ്റ് ബ്ലോക്ക് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റുന്നത് യൂണിറ്റ് 4 ആണ്. ടോട്ടൽ ഓഫ് 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 2, നഥാനിയൽ ഹോത്തോങ്ങിന്റെ ദ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന വർക്ക് ആണ്. യൂണിറ്റ് 1 0 ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് യൂണിറ്റ് 2ൽ നമുക്ക് ടോട്ടൽ ഓഫ് 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 3ൽ നിന്നും ടോട്ടൽ ഓഫ് 3 ക്വസ്റ്റ്യൻസ് ആൻഡ് യൂണിറ്റ് 4ൽ നിന്നും ഇതുവരെയായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ആ 3 ഇയേഴ്സിൽ കണ്ടിട്ടില്ല. ബ്ലോക്ക് 3 ഷോർട്ട് ഫിക്ഷൻ. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന യൂണിറ്റ് 1 1 ക്വസ്റ്റ്യൻ, യൂണിറ്റ് 2 3 ക്വസ്റ്റ്യൻ, യൂണിറ്റ് 3 1 ക്വസ്റ്റ്യൻ, യൂണിറ്റ് 4 2 ക്വസ്റ്റ്യൻസ് എന്നുള്ള പോലെയാണ്. ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക്, അതായത് ബ്ലോക്ക് 4 അമേരിക്കൻ പോയട്രി എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. യൂണിറ്റ് 1 3 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 2 3 ക്വസ്റ്റ്യൻ, യൂണിറ്റ് 3 3 ക്വസ്റ്റ്യൻ, യൂണിറ്റ് 4ൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മളുടെ യൂണിറ്റ് 4, അതായത് അമേരിക്കൻ പോയട്രി എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിലത്തെ യൂണിറ്റ് 4 ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റുന്നത്. ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ. ബ്ലോക്ക് 1 All My Sons. Unit 4 Characterization tends to receive slightly more questions as compared to other questions. So block 1ലെ യൂണിറ്റ് 4 ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റുന്നത്. ആൻഡ് ബ്ലോക്ക് 2 എടുത്ത് നോക്കുന്ന സമയത്ത് സ്കാർലറ്റ് ലെറ്റർ, അതിലെ യൂണിറ്റ് 2 and 3 ആണ് മോർ ഫ്രീക്വന്റ്ലി കവേർഡ് ആയിട്ട് വരുന്നത്. ആൻഡ് വൈൽ യൂണിറ്റ് 1 and 4 എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരാത്ത ടൈപ്പ് ഓഫ് യൂണിറ്റ് ആണ്. ബ്ലോക്ക് 3 എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും യൂണിറ്റ് 2ലാണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതിൽ മെയിൻ ആയിട്ടും സ്പെസിഫിക് ഓതേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ് എന്നുള്ള ഒരു സെക്ഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ആൻഡ് ബ്ലോക്ക് 4 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യൂണിറ്റ് 4 ആണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നത്. അത് ബാലൻസ്ഡ് കവറേജ് ആണ് ബാക്കി വരുന്ന യൂണിറ്റിൽ വരുന്നത്, അതായത് 1 2 3ൽ ബാലൻസ്ഡ് ആയിട്ടും. ആൻഡ് യൂണിറ്റ് 4 ആണ് നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. This detailed unit-wise analysis provided granular understanding of the question distribution, helping students to identify key areas of focus for their studies. ഇതെന്ന് പറയുന്നത് again ഒരു representation, graphical representation ആണ്. ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ across exams എന്ന് പറയുന്നതാണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ട്. നെക്സ്റ്റും വരുന്നതും അങ്ങനത്തെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ആൻഡ് ഈ ഡാർക്ക് കളറിലേക്ക് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് വരുന്ന സെക്ഷനും ലോവർ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതുമാണ് ഇവിടെ നമ്മുടെ ടോപ്പിക് വരുന്നത്. ഇത് അഗൈൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇത് നമ്മളുടെ ടോപ്പിക് 1 എന്നുള്ള ആ ഒരു ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ്. Detailed topic level analysis. The detailed topic level analysis for each unit within the blocks across different exam sections has been visualized and summarized as follow. Heat map visualization. ഇതിന്റെ നമുക്ക് കൺക്ലൂഷൻ പോലെ എടുത്തു നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ബ്ലോക്ക് 1ലെ എല്ലാ ടോപ്പിക്സും എല്ലാ യൂണിറ്റ്സ് നിന്നും കൺസിസ്റ്റന്റ്ലി ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് തന്നെ യൂണിറ്റ് 2 and യൂണിറ്റ് 4 എന്നാണ്. ഈ രണ്ട് ബ്ലോക്കില് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് യൂണിറ്റ് 2 and യൂണിറ്റ് 4 ആണ്. ബ്ലോക്ക് 2 എടുത്ത് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 2 and യൂണിറ്റ് 3 ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് യൂണിറ്റ് 1 അധികം ചോദിച്ചിട്ടില്ല, ബട്ട് അത് നിങ്ങൾ കവർ ചെയ്യണം, ബട്ട് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടില്ല എന്ന് മാത്രം. ആൻഡ് ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ യൂണിറ്റ് 2ൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അതിൽ മെയിൻ ആയിട്ടും ഓതേഴ്സ് ആൻഡ് ദയർ വർക്ക് എന്നുള്ള ആ ഒരു ഏരിയ ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ആൻഡ് ബ്ലോക്ക് 4 എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് 4ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി യൂണിറ്റ്സിൽ നിന്നും ഈക്വൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അഗൈൻ ദിസ് ഇസ് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ്. ഇതും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് ബ്ലോക്ക് 1 ടോപ്പിക്സ് ഇൻ യൂണിറ്റ് 1, 2 and 4 generally carry 10 marks each, making them equally important. സോ ഈ 3 യൂണിറ്റിൽ നിന്നും, അതായത് ബ്ലോക്ക് 1 ഫസ്റ്റ്, സെക്കൻഡും ആൻഡ് ഫോർത്ത് യൂണിറ്റിൽ നിന്നും 10 മാർക്സ് ഈച്ച് എന്നുള്ള പോലെയാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത്. ആൻഡ് അതുപോലെ തന്നെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോവർ മാർക്കാണ്. സോ നമ്മൾ ഈ ഒരു ബ്ലോക്ക് എടുത്ത് പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് യൂണിറ്റ് ആണ്. ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 3 ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ വരുന്നത് യൂണിറ്റ് 2 ആൻഡ് ലീസ്റ്റ് ടാർഗറ്റഡ് ആണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അതുപോലെ ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 2 ആണ് ഏറ്റവും കൂടുതലായാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സിന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 4 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യൂണിറ്റ് 4 ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിച്ചിട്ടുള്ളത്. അതർ യൂണിറ്റ്സും ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് കമ്പാരിറ്റീവ്ലി യൂണിറ്റ് 4 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. Study prioritization. Based on this analysis, students should prioritize their study areas as follows. First focus ചെയ്യേണ്ടത് യൂണിറ്റ് 4 ഓഫ് ബ്ലോക്ക് 4 ആണ്, ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ആവറേജ് മാർക്ക്. ആൻഡ് ഗിവ് ഈക്വൽ അറ്റൻഷൻ ടു യൂണിറ്റ് 1, 2 and 4 ഓഫ് ബ്ലോക്ക് 1, അതായത് ഓൾ മൈ സൺസ്. പേ അറ്റൻഷൻ ടു യൂണിറ്റ് 3 ഓഫ് ബ്ലോക്ക് 2. അതിൽ മെയിൻ ആയിട്ട് തീംസ് ആൻഡ് ഇമേജറി എന്ന് പറയുന്നതാണ് സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന വർക്കിന്റെ. പിന്നെ വരുന്നത് കോൺസെൻട്രേറ്റ് ഓൺ യൂണിറ്റ് 2 ഓഫ് ബ്ലോക്ക് 3. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ്. ബേസ്ഡ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ ഡാറ്റ, certain topics have recurred across multiple exams. The table below lists these topics along with their frequency of occurrence. സോ ഇത് നിങ്ങളുടെ ഒരു ടേബിൾ ആണ്. നിങ്ങളുടെ ഇയർ വൈസ് ചോദിച്ചിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് പോലെയാണ്. സമ്മറി ഓഫ് ഫൈൻഡിങ്സ്. Frequently recurring topics. Block 4, Unit 1, Topic 1. Recurs in all 3 exams with the highest frequency. 4 times ആണ് നമ്മളുടെ Topic 1. Unit Block 4 Unit 4 Topic 1 വരുന്ന ആ Topic 1 ഏറ്റവും കൂടുതൽ നമ്മൾ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ബ്ലോക്ക് 1 എടുത്ത് നോക്കുന്ന സമയത്ത് topics in Unit 1, 2 and 4 recur frequently, each appearing in all 3 exams. സോ ബ്ലോക്ക് 1 എടുത്തിട്ട് യൂണിറ്റ് 1 to 4 ആണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. ബ്ലോക്ക് 2 നിങ്ങൾ യൂണിറ്റ് 3 ടോപ്പിക് 1 ആണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 2 ടോപ്പിക് 1 തന്നെയാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ബ്ലോക്ക് 4 എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിറ്റ് 1, 2, 3 എല്ലാ യൂണിറ്റ് നിങ്ങൾക്ക് അതിലത്തെ ടോപ്പിക്സ് എപ്പോഴും റിക്കറൻസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. സോ അത് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. ബട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 4 യൂണിറ്റ് 4 Prediction for next exam. Based on the historical recurrence and frequency of topics, the following topics are likely to appear in the next exam. Block 4 Unit 4 Topic 1 most frequent, highly probable. Then Block 1 എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ബ്ലോക്ക് 1 ബ്ലോക്ക് 4 ബ്ലോക്ക് 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നിങ്ങളെ ചോദിക്കാൻ ചാൻസ് ഉള്ള അതിന്റെ പ്രയോറിറ്റി ഓർഡറിലാണ്, അല്ലാതെ ബ്ലോക്കിന്റെ ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക് 4, സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1, 2 and 4. ദെൻ വരുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 3 ടോപ്പിക് 1. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 2 ടോപ്പിക് 1. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 1, 2 and 3. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. സ്റ്റഡി റെക്കമെൻഡേഷൻ. പ്രയോറിറ്റൈസ് സ്റ്റഡിങ് ബ്ലോക്ക് 4 യൂണിറ്റ് 4 and other frequently recurring topics in block 1 and block 2. Pay attention to block 3 unit 2 and the recurring topics within block 4. Use the historical frequency data to guide revision and ensure comprehensive coverage of these key areas. Prediction and probability for upcoming exam. To predict which topics are most likely to appear in upcoming exam, we will focus on the topic that have consistently appear across multiple exams. We will use their historical frequency of occurrence to guide our prediction. Predicted topic for upcoming exams.
Block 1, Arthur Miller, All My Sons. Unit 1, Topic 1. Consistently appeared in all 3 exams. Then Unit 2, Topic 1. Then Unit 4, Topic 1. Unit 3, Topic 1. Appeared twice. So, ഇതാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഓർഡർ. ബ്ലോക്ക് 1-ലെ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളതാണ് യൂണിറ്റ് 1, 2, 4 എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്ന ടോപ്പിക് 1. അതുപോലെ യൂണിറ്റ് 3 ആണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിനെക്കാട്ടിലും കുറവ് വരുന്നത്. നഥാനിയൽ ഹോങ്കോങ്ങിന്റെ ദ സ്കാർലറ്റ് ലെറ്റർ എടുത്ത് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 3 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിലെ ടോപ്പിക് 1. ദെൻ കംസ് യൂണിറ്റ് 2 ടോപ്പിക് 1. പിന്നെ നമ്മളുടെ ബ്ലോക്ക് 3 അതായത് ഷോർട്ട് ഫിക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 2-ലെ ടോപ്പിക് 1 ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ദെൻ യൂണിറ്റ് 4-ലെ ടോപ്പിക് 1. ബ്ലോക്ക് 4 അമേരിക്കൻ പോയട്രിയിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് യൂണിറ്റ് 4-ലെ ടോപ്പിക് 1 ആണ്. ആൻഡ് യൂണിറ്റ് 1-ലെ ടോപ്പിക് 1, യൂണിറ്റ് 2-ലെ ടോപ്പിക് 1, യൂണിറ്റ് 3-ലെ ടോപ്പിക് 1. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഇത് ഈക്വലി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളടുത്ത് ചോദിക്കുന്ന ഏരിയാസ് ആണ്. ബട്ട് നിങ്ങൾ ഓർഡർ വൈസ് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 4-ലെ ടോപ്പിക് 1 ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 4-ത്തെ. ആൻഡ് അഗെയിൻ ഇതൊരു സമ്മറി പോലെ നിങ്ങളുടെ ഒരു റിക്കറിംഗ് ടോപ്പിക്സിന്റെ ബേസ് ചെയ്തിട്ട് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. കോംപ്രിഹെൻസീവ് നോട്ട് ടു ലേണേഴ്സ്. This study guide is designed to help learners prepare effectively for their BEGC 105 American Literature exam based on an analysis of past exam papers. We have identified key focus area and trends that will aid in optimizing your study efforts. This guide highlights the most frequently recurring topics and provide tips to maximize your exam performance. Key focus area, Block 1, Arthur Miller, All My Son, Unit 1, American Drama and Introduction. Topic 1, American Drama around Arthur Miller. Focus on the historical and cultural context of American drama, particularly around Arthur Miller's time. Understand the influences on Miller's work. Unit 2, All My Son, a detailed study. Topic 1, Structure and plot of All My Son. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻലി സ്ട്രക്ചർ ആൻഡ് പ്ലോട്ട് ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ നറേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഡ്രമാറ്റിക് എലിമെന്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. യൂണിറ്റ് 4 വരുന്ന സമയത്ത് മേജർ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പറയേണ്ടത്. ആൻഡ് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, റോൾസ്, മോട്ടിവേഷൻ വിത്തിൻ ദ നറേറ്റീവ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ബ്ലോക്ക് 4-ലെ നഥാനിയൽ ഹോങ്കോങ്ങിന്റെ ദ സ്കാർലറ്റ് ലെറ്റർ ആണ് വരുന്നത്. സോ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് തീംസ് ആണ് വേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ ഇമേജറീസ് കുറിച്ചിട്ടും അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ബ്ലോക്ക് 4 ഷോർട്ട് ഫിക്ഷൻ ആണ് വരുന്നത്. അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ യൂണിറ്റ് 2 അതായത് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് നിങ്ങളുടെ ക്യാരക്ടർ, പ്ലോട്ട്, തീം, ലിറ്റററി ടെക്നിക്സ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആൻഡ് യൂണിറ്റ് 4-ൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏർണസ്റ്റ് ഹെമിംഗ്വേന്റെ ദ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ എന്ന് പറയുന്ന ഈ ഒരു വർക്കില് ക്യാരക്ടേഴ്സും തീംസും അതുപോലെ തന്നെ നറേറ്റീവ് ടെക്നിക്സ് ഒക്കെയാണ് നോക്കേണ്ടത്. ആൻഡ് അമേരിക്കൻ പോയട്രി എന്ന് പറയുന്ന ഒരു ബ്ലോക്കിൽ വരുന്ന സമയത്ത് നിങ്ങൾ യൂണിറ്റ് 1 അതായത് റാൽഫ് വാൽഡോ എമേഴ്സന്റെ ആ ഒരു വർക്കിൽ വരുന്ന ഫിലോസഫിക്കൽ ഐഡിയാസ് ആൻഡ് ലിറ്റററി സ്റ്റൈലിനെ കുറിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. യൂണിറ്റ് 2-ല് വാൾ വിറ്റ്മാന്റെ ഓഫ് ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ, പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന വർക്ക്സ് ആണ് വരുന്നത്. സോ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പോയറ്റിക് സ്റ്റൈൽ ആൻഡ് തീംസിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. യൂണിറ്റ് 3-ല് വരുന്നത് മിലി ഡിക്കിൻസന്റെ വർക്കാണ്. സോ അതിൽ നിങ്ങൾ മെയിൻ ആയിട്ടും തീംസ് ആൻഡ് പോയറ്റിക് സ്റ്റൈൽ തന്നെയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഡിക്കിൻസന്റെ ലൈഫ് ആൻഡ് പോയട്രി എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടും കവർ ചെയ്യാം. യൂണിറ്റ് 4-ല് മെയിൻ ആയിട്ടും ഷെർമൻ അലക്സിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്, അതുപോലെ തന്നെ പഠിക്കാനുള്ള പ്രോ ടെസ്റ്റമെന്റ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വർക്കിലെ തീംസ് ആൻഡ് ലിറ്റററി ടെക്നിക്സ് ആണ്. ടിപ്സ് ഫോർ എക്സാം പ്രിപ്പറേഷൻ, പ്രയോറിറ്റൈസ് റിക്കറിംഗ് ടോപ്പിക്സ്. എപ്പോഴും ചോദിച്ചുകൊണ്ട് വരുന്ന റിക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സിൽ നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അണ്ടർസ്റ്റാൻഡ് കീ തീംസ് ആൻഡ് ക്യാരക്ടേഴ്സ്. ഏതൊരു വർക്ക് എടുത്ത് പഠിക്കുന്ന സമയത്തും അതിലെ തീംസ് ആൻഡ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ അനാലിസിസിനെയും കുറിച്ച് നോക്കി വെക്കുക. അതുപോലെ തന്നെ ലിറ്റററി ടെക്നിക്സിനെ കുറിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിൻലി നിങ്ങളുടെ ഓതേഴ്സ് വരുന്ന ലൈക്ക് എമേഴ്സൺ, വിറ്റ്മാൻ, ഡിക്കിൻസൺ അതുപോലെ വരുന്ന റൈറ്റേഴ്സിന്റെ പോയിം, അതുപോലെ തന്നെ പോയിം ടെക്നിക്സും അതുപോലെ അവരുടെ റൈറ്റിംഗ് സ്റ്റൈൽസിനൊക്കെ കുറിച്ചിട്ടൊന്ന് നോക്കി വെക്കുക. സ്റ്റഡി പാസ് പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാലൻസ് യുവർ സ്റ്റഡി ടൈം. അതുപോലെ ഓരോ ടോപ്പിക്കിനും ഇത്ര ടൈം എന്ന് വെച്ച പോലെ നിങ്ങൾ ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുക. സോ നിങ്ങൾക്ക് എക്സാമിന് മുന്നേയായിട്ട് ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. Conclusion,
By focusing on the identified key areas and following the provided tips, you can optimize your study efforts and enhance your readiness for the BEGC 105 American Literature exam. Prioritize the topics that recur frequently and ensure a comprehensive understanding of the major themes, characters, and literary techniques. Good luck with your preparation. ഇതെന്ന് പറയുന്നത് ഒരു predictive question paper ആണ്. നിങ്ങൾക്ക് ടോട്ടൽ 3 hours എക്സാം ആണ് ആൻഡ് മാക്സിമം മാർക്സ് വരുന്നത് ഔട്ട് ഓഫ് 100 ആണ്. സോ സെക്ഷൻ എ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയം തരും ആൻഡ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ എയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയത്തിന്റെ തന്നെ ഒരു സ്റ്റാൻസ് ആയിരിക്കും. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് സെക്ഷൻ ബി 300 വേർഡ്സിന്റെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, ലെങ്തി ടൈപ്പ് ആൻസർ ആണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ഔട്ട് ഓഫ് 10 ആയിരിക്കും ഈ സെക്ഷനിലെ ഈച്ച് ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ട വരിക. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പോയം ഇവാലുവേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ സമ്മറി, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് സെക്ഷൻ സി എന്ന് പറയുന്നത് 500 വേർഡ്സിന്റെ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 5 to 6 പേജസിന്റെ ഒക്കെ ഒരു ആൻസർ ആണ് നിങ്ങൾ ഇതിന്റെ എസ്സേ ടൈപ്പ് ആൻസർ ആണ് ഇതിൽ എഴുതേണ്ടത്. സോ ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ലെങ്തി ടൈപ്പ് ഓഫ് ഇതായിരിക്കും. ആർട്ട് ഓഫ് ക്യാരക്ടറൈസേഷൻ, അല്ല ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോയത്തിന്റെ അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ഈ ഒരു സെക്ഷനിൽ ചോദിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഇത്രയാണ് നിങ്ങളുടെ BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. സോ ഓൾ ദ best for your exam and prepare well. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.